അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഒരു കൊഗ്നിസിബിൾ ഒഫൻസിന്റെ കമ്മീഷൻ സർക്കാർ പോലീസ് അറിഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പ്രശ്നമുണ്ട്. ഈ റിപ്പോർട്ടിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകളുടെ സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങൾ ഒരു കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ചുള്ള അറിവിൽ ആക്ട് ചെയ്യാതിരിക്കാനുള്ള ന്യായമാണോ? ഒന്നാമത്തെ ചോദ്യം. പോലീസിന്റെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടായിട്ട്, പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ഉണ്ടായിട്ട് ഒരു കേസ് പോലും ഉണ്ടാകാത്തതിന്, അല്ലെങ്കിൽ കേസ് ഉണ്ടോ, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ആരോടും ആരായാത്തതിന് ഈ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി ഒരു റീസൺ ആണോ? ഒന്ന്. രണ്ടൊരു പോക്സോ ഒഫൻസ് ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടമായി ഒരു മൊഴി വന്നാൽ ഒരു ജഡ്ജി അല്ലെങ്കിൽ എക്സ് ഓർ വൈ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, അത് വളരെ ഗോപ്യമായി ഒരു സ്റ്റെനോഗ്രാഫർ പോലും അറിയാൻ പാടില്ലാത്ത കാര്യമാണല്ലോ എന്ന് കരുതി അത് രഹസ്യമായി എഴുതി രഹസ്യമായി സർക്കാരിന് കൊടുത്ത് സർക്കാർ അത് രഹസ്യമായി പൂട്ടിവെക്കുകയാണോ വേണ്ടത് നിയമപരമായി? അഭിലാഷ്, ഇതിനകത്ത് നിയമം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാർ എപ്പോഴാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമായി തീരുന്നത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെയൊക്കെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. പലപ്പോഴും സർക്കാരുകൾ കോഗ്നിസബിൾ ഒഫൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുമ്പോൾ അത് വിശ്വസനീയമായ അറിവാണോ കിട്ടുന്നത് എന്ന് പരിശോധിക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയും സർക്കാരിന് ബോധ്യപ്പെടുന്ന രീതി വരെ സമയം നീട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ വിഷയം വളരെ വിശദമായിട്ട് പരിശോധിക്കുകയും ഈ കാര്യത്തിൽ അസന്നിഗ്ധമായിട്ടുള്ള ഒരു വിധി പറയുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2013 ലളിതകുമാരി കേസിലാണ്. അതിനകത്താണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഒരു കോഗ്നിസിബിൾ ഒഫൻസിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ അത് വിശ്വസനീയമാണോ അല്ലയോ അതിൻ്റെ മറ്റ് അന്വേഷണ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് FIR രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. FIR എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അല്ലാതെ അന്വേഷണ റിപ്പോർട്ടല്ല. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ചിലപ്പോൾ പറയാൻ കഴിയുക ഏതെങ്കിലും ഒരു ശവശരീരം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ക്രൈം ഇന്ന സ്ഥലത്ത് നടന്നു, ഒരു മൊഴി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അറിവ് മാത്രമാണ് കിട്ടുക. ഈ അറിവ് പലപ്പോഴും ഒരു അനോണിമസ് കോൾ ആയിരിക്കാം. ആ അനോണിമസ് കോളിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ഏതായാലും അതിനകത്തൊരു പരാതിക്കാരിയെന്നോ പരാതിക്കാരനെന്നോ പരാതിയെന്നോ യാതൊന്നും CRPCയിൽ പറയുന്നില്ല. ഈ വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ എന്നാണ്. ഈ ഇൻഫർമേഷൻ പരാതിയായി വ്യാഖ്യാനിക്കുന്നത് വാസ്തവത്തിൽ ഈ കേസിലെ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് മാത്രമല്ല, അതിന് മുൻകാലത്ത് എങ്ങനെയാണോ ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ പ്രവർത്തിച്ചത് അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പോലും ഇത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവർക്ക് നിയമവ്യവസ്ഥയെ പറ്റിയുള്ള അവരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പരാതിക്കാരില്ലാതെ എന്ത് പരാതി. കാരണം നമ്മുടെ നാട്ടിലെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി പരാതി കൊടുക്കാതെ. കേരള പോലീസ് ആക്ടിലെ 4-ാം വകുപ്പ് പറ്റുമെങ്കിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഗൂഗിൾ ചെയ്തൊന്ന് വായിച്ചു നോക്കണം. കേരള പോലീസ് ആക്ട് വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ 4-ാം വകുപ്പിൽ പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ്. പ്രിവെൻഷൻ ഓഫ് ക്രൈം എന്ന് പറയുന്നത് അതിനകത്ത് പോലീസിന്റെയും സ്റ്റേറ്റിന്റെയും ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല, അവിടെ ഒരു തെറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ആ തെറ്റ് നടക്കുന്നത് തടയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? ലോ ആൻഡ് ഓർഡറിലൂടെയാണ്. ഇവിടെ 10-30 വർഷക്കാലം ഒരു ഇൻഡസ്ട്രിയിൽ ക്രൈം നടന്നു എന്ന റിവിലേഷൻ നടക്കുകയാണ്. ആ റിവിലേഷൻ അത് ആരോട് ചെയ്തു എന്ന വിവരം കിട്ടിയില്ലെങ്കിൽ പോലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിന്റെയാണ്. കാരണം കൃത്യം എന്ന് പറയുന്നത് വ്യക്തികൾക്കെതിരായിട്ടല്ല നടക്കുന്നത്, സ്റ്റേറ്റിനെതിരായിട്ടാണ്. അവിടെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വായിക്കുമ്പോൾ ഹരീഷ്, പക്ഷേ ഇവിടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, 4 സിനിമ സ്ത്രീകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്ത്രീകളെ ശാക്തീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോക്കൂ, ഇതിപ്പോൾ പോക്സോയ ഉണ്ട്. 82ാമത്തെ പാരഗ്രാഫിൽ വി നോട്ടീസ് ദാറ്റ് ഇൻ ദ ബിഗിനിങ് ദാറ്റ് ദ ഗേൾസ് ബാർ വുമൺ were very hesitant to divulge their experiences. ഗേൾസ് ബാർ വിമൻ ആണ്, പെൺകുട്ടികളും സ്ത്രീകളും. ഇപ്പോൾ പെൺകുട്ടികളും സ്ത്രീകളും എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവരും സ്ത്രീകളും. 87ാമത്തെ പാരഗ്രാഫിൽ ദ ഗേൾ ഓൾസോ ടോൾഡ് ദാറ്റ് ദ ഡിമാൻഡ് ഫോർ സെക്സ് ക്യാൻ ബി മെയ്ഡ് ബൈ എനിബഡി ഇൻ സിനിമ. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാവുന്ന പ്രായത്തിലുള്ള ആളുകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്ത ജഡ്ജിന് ബോധ്യമുണ്ടെങ്കിൽ പോക്സോ നിയമം അനുസരിച്ച് അവരെന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ റിപ്പോർട്ട് കയ്യിലുള്ള സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടത്? അതാണല്ലോ ഇവിടുത്തെ മൗലികമായ പ്രശ്നം. അഭിലാഷ്, ഈ കാര്യത്തിൽ പോക്സോ ആക്ട് വന്നതിന് ശേഷമായിരുന്നു ഈ കുറ്റകൃത്യം നടന്നതെങ്കിൽ എനിക്കറിയില്ല, അത് ജസ്റ്റിസ് ഹേമ തന്നെയാണ് പറയേണ്ടത്.
പോക്സോ ആക്ട് വന്നതിന് ശേഷമായിരുന്നു ഈ കുറ്റകൃത്യം നടന്നതെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ജസ്റ്റിസ് ഹേമയ്ക്ക് മുമ്പിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു അധികാരിക്ക് മുമ്പിൽ പറയുകയാണെങ്കിൽ ആ കാര്യം പോലീസിനെ അറിയിക്കുന്നില്ല എങ്കിൽ പോക്സോ ആക്ടിന്റെ തന്നെ സെക്ഷൻ 19 അനുസരിച്ച് അത് കുറ്റകൃത്യമാണ്, അത് മറച്ചുവെക്കുന്നതിന് തുല്യമാണ്, അത് മറ്റൊരു ഒഫൻസാണ്. സ്റ്റേറ്റ് ഇത് അറിഞ്ഞിട്ട് സ്റ്റേറ്റ് നടപടിയെടുത്തില്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ ഈ ഫയൽ കൈകാര്യം ചെയ്തത്, മന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ അവരെല്ലാവരും ഇതിൽ കുറ്റവാളികളാണ്. ഞാൻ വിചാരിക്കുന്നത് പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യമായിരിക്കാം ഇത് നടന്നിരിക്കുക. എങ്കിൽ പോലും ഈ പറയുന്ന കോഗ്നിസബിൾ ഒഫൻസ് ആയതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. ICCയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യത്തെ പറ്റി ഒരാൾ പറയുന്നു, IC അത് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഇരകളുടെ ചോയ്സ് ആണ്. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ ചോയ്സ് കൊടുക്കാം, പോലീസിലേക്ക് പോകണോ വേണ്ടയോ. പക്ഷേ ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഒരു ഇൻഫർമേഷൻ അറിയുമ്പോൾ അത് FIR ഇടുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതിൽ തെളിവ് കൊടുക്കാനുള്ള അന്വേഷണം നടക്കേണ്ടത് പോലീസ് സാധാരണയായി എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻ കൂടുതൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ചു നോക്കും. ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ മെമ്പറായിട്ടുള്ള ആളുകളോട് ചോദിക്കാം, ഈ പറയുന്ന പരാതിക്കാരികളോട് ചോദിക്കാം. അവർക്ക് ഇത് റിവീൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, അവർക്ക് പരാതിയുമായി വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. തെളിവ് കിട്ടുന്നില്ല എങ്കിൽ കേസ് ക്ലോസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തൊടുന്യായമാണ്, മുടന്തൻ ന്യായമാണ്. ഞാൻ ഒരു പാരഗ്രാഫ് ഓർക്കുകയായിരുന്നു. പാരഗ്രാഫ് 40 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് വി കണ്ടക്ട് ഓൺലി സ്റ്റഡി, വി ആർ നോട്ട് നെയിമിംഗ് എനി പേഴ്സൺസ് എന്നാണ്. ഞങ്ങളിത് വെറും ഒരു സ്റ്റഡി ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ജസ്റ്റിസ് ഹേമയോട് ഈ വിഷയത്തിൽ കേസ് എടുക്കണോ വേണ്ടയോ എന്നൊരു ടേംസ് ഓഫ് റെഫറൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ കേസ് എടുക്കണോ വേണ്ടയോ എന്നത് ഒരു ജഡ്ജിയോ മറ്റേതെങ്കിലും ഒരു കമ്മിറ്റിയോ പറഞ്ഞ ശേഷമാണോ സ്റ്റേറ്റ് മനസ്സിലാക്കേണ്ടത്? പോട്ടെ, ഇതിനകത്തൊരു കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റി പറയുന്നു, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാണ് സർക്കാർ നടപടി എടുക്കരുതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ ഈ ജസ്റ്റിസ് ഹേമയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുമോ? അപ്പൊ ഇതൊക്കെ ആളുകളെ, നിയമവ്യവസ്ഥ അറിയാത്ത ആളുകളെ പൊട്ടന്മാരാക്കുന്നതിന് തുല്യമായിട്ടുള്ള വർത്തമാനമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ഈ കാര്യത്തിൽ കേസ് എടുക്കണോ വേണ്ടയോ എന്നതിനപ്പുറത്ത് പോലും ഇത് തുടക്കം കുറിച്ചത് ഇവരുടെ പരാതിയാണ്. ഇന്നിപ്പോ ആ പരാതിയെ പറ്റിയോ അതിന്റെ തുടർ നടപടിയെ പറ്റിയോ മുഖ്യമന്ത്രി അത് ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്ന് പോലും പറയാൻ തയ്യാറായില്ല. മാത്രമല്ല, ഒരു റൂമിലെ ആനയെ കാണാതെ ആ റൂമിനകത്ത് നടക്കുന്ന 4 കാല് മാത്രം കണ്ടുകൊണ്ട് അഭിപ്രായം പറയുന്നതിന് തുല്യമാണ്. റൈറ്റ് ടു പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് വൈകിച്ചതെന്ന് പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയും പറയുന്നത് കേട്ടു, വിവരാവകാശ കമ്മീഷനിൽ പോയി കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാതിരുന്നത്. നോക്കൂ, സർക്കാർ നിഷേധിച്ചതുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷനിൽ പോകേണ്ടി വരുന്നത്. അതെന്താ ഇവർ പറയാത്തെ? സർക്കാർ ഇത്രയും നാൾ പറഞ്ഞ മുടന്തൻ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞു വീണു ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ. കാരണം ഈ റിപ്പോർട്ടിൽ പ്രൈവസി ലംഘിക്കാതെയാണ് ഈ റിപ്പോർട്ട് പുറത്തു. തീർച്ചയായും വ്യക്തമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഹരീഷിലേക്ക് വരാം.